ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ദേ ഇന്ന് കറി ചീരയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ചീര വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. അപ്പം പോയി തേങ്ങയൊക്കെ വെച്ചിട്ട് തോരൻ നല്ല ഉണ്ടാക്കണം. തേങ്ങയൊക്കെ ഇട്ടിട്ട് വൈകുന്നേരത്തേക്ക് വാങ്ങിച്ചിട്ടാണ് കേട്ടോ. മധുരക്കിഴങ്ങാണ് വാങ്ങിച്ചത്. അപ്പം അത് പുഴുങ്ങി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ മോനിക്ക്. അപ്പം ഏതായാലും ചീരക്കറി വെക്കണത് കാണാം. ചീര കരിഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞ് നല്ലോണം കഴുകിയിട്ട് ചീരൻ്റെ തണ്ട് മാത്രം ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാലോ എന്ന് ഓർത്തിട്ടാ. അപ്പൊ ചിലവർക്കൊക്കെ ഈ കറി അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയപ്പോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടാ. അപ്പൊ ചെറുപയറും 3 പച്ചമുളകും 2 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുക്കറിൽ ഇട്ടിട്ട് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പത്തേ നമ്മളെ ചെറുപയർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചീരത്തണ്ട് വേവണം. അത് കഴിഞ്ഞിട്ട് ചീര വേവിക്കണം. അപ്പൊ നമുക്ക് തേങ്ങ ചിരവ. അപ്പൊ തേങ്ങ ചിരവണതിന് പകരം ഞാൻ അതിങ്ങനെ കൊത്തി എടുക്കുള്ളൂ കേട്ടാ. കൊത്തി എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചിരവിയ പോലെ തന്നെ കിട്ടും. തേങ്ങ കുറെ നേരം ഇട്ട് ഇങ്ങനെ ചിരവണതിന് പകരം എളുപ്പ വിദ്യയാണ്. അപ്പൊ ഞാൻ കറക്കി എടുത്തിട്ട് വരാം. ഇതേപോലെ നമുക്ക് തേങ്ങ ചിരവാൻ എന്ത് എളുപ്പമല്ലേ. മുമ്പ് ഇങ്ങനെ ചിരവിക്കൊണ്ടിരിക്കണ്ടേ. അപ്പൊ ഞാൻ ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ കേട്ടാ. കാരണം കുറെ വെള്ളം പോലെ ആകരുത് ഈ കറി, കുറച്ച് കുറുകിയിരിക്കണം. അപ്പൊ അത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ചീരത്തണ്ട് വെന്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ചെറുപയർ വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ചെറുപയർ ഇടണത് ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചീര അതിലേക്ക് കൊടുക്കേണ്ട. കുറച്ച് ചീര ഇടിച്ച മുളക് ഇട്ടിട്ട് ഒരു തോരൻ പോലെ വെക്കാലോ എന്ന് ഓർത്തിട്ട് അത് മാറ്റി വെക്കണം കേട്ടാ. അപ്പൊ ചെറുപയർ വേവിച്ചതും ചീര അരിഞ്ഞതും കൂടി ആ ചീരത്തണ്ട് വേവിച്ചതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടാ. ചീര ഒന്ന് വെന്തിട്ട് വേണം നമുക്ക് അരപ്പ് അതിലേക്ക് കലക്കി എടുക്കാനായിട്ട്. അപ്പൊ നമ്മളെ ചീര വെന്തിട്ടുണ്ട് കേട്ടാ. പയറും ചീരയും എല്ലാം കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് അരപ്പ് കലക്കി കൊടുക്കാം. അപ്പൊ അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെ കുറുകിയ പോലെ കിട്ടണം. അതേ ഒരു പരുവത്തേക്ക് കിട്ടിയാൽ മതി. അപ്പൊ മൺചട്ടി കേടായി പറഞ്ഞാൽ മാറ്റി വെച്ചേക്കണം കേട്ടോ. അതാ ഞാൻ ഈ സ്റ്റീലിന്റെ വെച്ചത്. മൺചട്ടി വെക്കണമെങ്കിൽ ഇതിനെക്കാട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതില് ഉപ്പുണ്ടാന്ന് നോക്കാം. കാരണം പയറിലും ചീരത്തണ്ടിലൊക്കെ ഉപ്പിട്ടേക്കണ കാരണം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടായി. ഒരു ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ നല്ലോണം തിളക്കരുതിട്ടാ. അപ്പൊ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കൊന്നിങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് അത് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് കറി താളിക്കാം. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്, കുറച്ച് ഒഴിക്കണുള്ളൂ കേട്ടാ. അപ്പൊ അത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മുരിഞ്ഞ് വരുമ്പോ നമുക്ക് ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടി താളിച്ചിടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പൊ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചീരയും ചെറുപയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. മീനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി മതി കേട്ടാ. ഇതേപോലെ ചീരക്കറിയും കൂട്ടി ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചവരൊന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പൊ നേരത്തെ ഞാൻ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ചോറ് കഴിക്കാനായിട്ട്. കുറെ ചോറ് കഴിച്ചു, അല്ലെങ്കിൽ കുറച്ച് ചോറ് കഴിക്കുള്ളൂ. ഇങ്ങനത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ചോറ് അധികം കഴിക്കും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ കുറച്ച് ചീര മാറ്റി വെച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ അത് ഇടിച്ചമുളക് ഇട്ട് വെച്ച്. അപ്പൊ ഇതൊക്കെയുണ്ട് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യലായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും കൂടി ചെയ്യണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.